നമസ്കാരം. ബീഹാറിൽ നിതീഷ് കുമാറിന്റെ കൂറുമാറ്റ റിപ്പോർട്ടുകൾക്ക് പിന്നാലെ പുതിയ നീക്കങ്ങൾക്ക് തുടക്കമിട്ട് ബി.ജെ.പി. കോൺഗ്രസിനെ പിളർത്താനാണ് ബി.ജെ.പി. നീക്കമെന്ന് റിപ്പോർട്ട്. 10ഓളം കോൺഗ്രസ് എം.എൽ.എമാർ ബി.ജെ.പിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു. ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം കേന്ദ്രമന്ത്രി നിത്യാനന്ദ റായിയെയാണ് പുതിയ നീക്കങ്ങൾക്ക് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി ജിതൻ റാം മാഞ്ചിയെയും ഉപേന്ദ്ര കുശ്വാഹയെയും അദ്ദേഹം കണ്ടിട്ടുണ്ട്. കുശ്വാഹയുടെ RLSP നേരത്തെ JDUവിൽ ലയിച്ചിരുന്നു. JDUവിൻ്റെ പാർലമെന്ററി ബോർഡിന്റെ ചെയർമാനായും കുശ്വാഹയെ നേരത്തെ നിയമിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം നിതീഷ് കുമാറുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രാഷ്ട്രീയ ലോക് ജനതാദൾ എന്ന പുതിയ പാർട്ടി അദ്ദേഹം രൂപീകരിച്ചിരുന്നു. അതേസമയം നിതീഷ് സർക്കാർ 1-2 ദിവസത്തിനുള്ളിൽ വീഴുമെന്ന് ജിതൻ റാം മാഞ്ചിയുടെ മകൻ സന്തോഷ് കുമാർ സുമൻ പറഞ്ഞു. മാഞ്ചിയുടെ പാർട്ടിയായ HAM NDAയുടെ ഭാഗമാണ്. സന്തോഷ് സുമന് നേരത്തെ RJD അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവ് ഉപമുഖ്യമന്ത്രി പദം ഓഫർ ചെയ്തതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ഇത്തരം ഓഫറുകൾ കൊണ്ടൊന്നും തന്നെ സ്വാധീനിക്കാനാവില്ലെന്ന് സുമൻ പറഞ്ഞു. ഞങ്ങൾ NDAയ്ക്കൊപ്പം ഉറച്ചു നിൽക്കും. ഇത്തരം ഓഫറുകൾ വന്നുകൊണ്ടേയിരിക്കുമെന്നും സുമൻ പറഞ്ഞു. ബി.ജെ.പിയിൽ നിന്ന് സഖ്യകക്ഷികളെ അടർത്തിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് RJD നടത്തിയത്. RJD MLAമാരുടെ യോഗം ചേർന്നിരിക്കുകയാണ്. ലാലു പ്രസാദ് യാദവ് JDUവിനെ പിളർത്താനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. നിതീഷിനോട് നിലപാട് വ്യക്തമാക്കാൻ RJD MP മനോജ് ജ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിതീഷ് ഇക്കാര്യത്തിൽ നിലപാട് നേരത്തെ അറിയിച്ചിരുന്നു. ഇന്ത്യ സഖ്യത്തിനൊപ്പം ഉറച്ചു നിൽക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അതേസമയം ബി.ജെ.പി. നാളെ നടക്കുന്ന എക്സിക്യൂട്ടീവ് യോഗത്തിനു ശേഷം നിതീഷുമായി ചേരുന്ന കാര്യം തീരുമാനിക്കും. നിലവിൽ കാഴ്ചക്കാരായി നിൽക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. തിരക്കിട്ട് തീരുമാനം വേണ്ടെന്നാണ് സംസ്ഥാന നേതൃത്വവും പറയുന്നത്. നിതീഷ് വന്നാലും ഇല്ലെങ്കിലും കാര്യമായ നേട്ടങ്ങളില്ലെന്നാണ് ബി.ജെ.പിയുടെ വാദം. അതേസമയം കോൺഗ്രസിലെ ഒരു MLA പോലും കൂറുമാറില്ലെന്ന് ഡോക്ടർ ഷക്കീൽ അഹമ്മദ് ഖാൻ പറഞ്ഞു. ഇപ്പോൾ വരുന്ന വാർത്തകളൊന്നും സ്ഥിരീകരണമില്ലാത്തതാണ്. കോൺഗ്രസ് ഒറ്റക്കെട്ടാണ്. MLAമാർ ആരും വിട്ടുപോകില്ല. പാർട്ടിക്കൊപ്പം ഉറച്ചു നിൽക്കും. കോൺഗ്രസിൽ നിന്ന് ഇവർ പുറത്തേക്ക് പോകുമെന്ന വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും കോൺഗ്രസ് MLA കൂടിയായ ഷക്കീൽ അഹമ്മദ് പറഞ്ഞു. എന്നാൽ ഇതേ സാഹചര്യത്തിലാണ് 10ഓളം കോൺഗ്രസ് MLAമാർ ബി.ജെ.പിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തത്. ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം കേന്ദ്രമന്ത്രി നിത്യാനന്ദ റായിയെയാണ് പുതിയ നീക്കങ്ങൾക്ക് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി ജിതൻ റാം മാഞ്ചിയെയും ഉപേന്ദ്ര കുശ്വാഹയെയും അദ്ദേഹം കണ്ടിട്ടുണ്ട്. കുശ്വാഹയുടെ RLSP നേരത്തെ JDUവിൽ ലയിച്ചിരുന്നു. JDUവിൻ്റെ പാർലമെന്ററി ബോർഡിന്റെ ചെയർമാനായും കുശ്വാഹയെ നേരത്തെ നിയമിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം നിതീഷ് കുമാറുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രാഷ്ട്രീയ ലോക് ജനതാദൾ എന്ന പുതിയ പാർട്ടി അദ്ദേഹം രൂപീകരിച്ചിരുന്നു.